ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ജർമ്മനി ജർമ്മനി മാത്രമല്ല, വേണമെങ്കിൽ മൊത്തം യൂറോപ്പ് നമുക്ക് പറയാം കേട്ടോ. എങ്കിലും നമുക്ക് ജർമ്മനിയിൽ പിടിക്കാം. അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നാണ് ജർമ്മനി പറഞ്ഞിരിക്കുന്നത്. യൂറോപ്പ് സ്വന്തം ആണവ സുരക്ഷാ കവചം ഒരുക്കും എന്നാണ് ഇപ്പൊ യൂറോപ്പ് പറയുന്നത്. ഇത് വലിയൊരു വാർത്തയാണ്. കാരണം ഇതുവരെ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഒരു കോണ്ടിനെന്റ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ യൂറോപ്പിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ ജർമ്മനി ആണവോർജ്ജ മേഖലയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി അമേരിക്കയ്ക്ക് നൽകാൻ ഒരുങ്ങുകയാണെന്നുള്ള റിപ്പോർട്ടുണ്ട്. അപ്പൊ നാറ്റോയുടെയും യൂറോപ്പിന്റെയും സുരക്ഷാ ഗ്യാരണ്ടികളെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുഴുവൻ യൂറോപ്പിനെയും ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി വേണ്ടത്ര ചെലവഴിക്കാത്ത രാജ്യങ്ങളെ അമേരിക്ക സംരക്ഷിക്കില്ലെന്ന് ട്രംപ് പറയുന്നു. അതായത് ഇങ്ങോട്ട് പൈസ തരാത്ത രാജ്യങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തരുത് എന്നാണ് ട്രംപിനോട് ഇവര് തിരിച്ചു പറയുന്നത്. സുരക്ഷാ ഭീഷണിയും അവിശ്വാസത്തിന്റെ അന്തരീക്ഷണവും കാരണം ജർമ്മനി ഇപ്പോൾ അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സ്വാശ്രയത്വം നേടാനും തീരുമാനിച്ചു എന്നുള്ളതാണ് വാർത്ത. പോരാത്തതിന് ജർമ്മനിയുടെ ഒരു ആണവക്കുട പദ്ധതിയൊക്കെ വരുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനും ഒരു സംയുക്ത ആണവ സുരക്ഷാ കുട കീഴിൽ വരേണ്ട സമയമാണെന്ന് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് സൂചിപ്പിച്ചു. ഇതിനായി ഫ്രാൻസുമായും ബ്രിട്ടനുമായും സഹകരിച്ച് പ്രവർത്തിക്കാൻ ജർമ്മനി ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ യൂറോപ്പ് എത്രത്തോളം അമേരിക്കയുമായിട്ട് അകലുന്നുവോ അത്രത്തോളം നമ്മുടെ രാജ്യവുമായിട്ട് അടുക്കുകയാണ്. 10 ബില്യൺ അതിന്റെ ഒരു കരാറാണ് നമ്മളിപ്പോ ജർമ്മനിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. സബ്മറൈന്റെ ഒരു കരാറ് ഇന്ത്യയാണ് അത് ഒപ്പിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോ നമ്മൾ യൂറോപ്പിൽ മാത്രമല്ല നരേന്ദ്രമോദി ഇപ്പോ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ യൂറോപ്പിനെ നമുക്ക് മാറ്റി നിർത്തി നമുക്ക് ഇനി മിഡിൽ ഈസ്റ്റ് എടുക്കാം. മിഡിൽ ഈസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നമ്മളിപ്പോ ഇതാ UAE-യുമായിട്ട് നമ്മുടെ സൗദി UAE ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇവിടെ വന്നു പോയതിനു ശേഷം ഒരു കരാർ ഒപ്പിട്ടിട്ട് പോയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കരാറിനകത്ത് ഡിഫൻസ് പാക്ട് ഉണ്ടായിരുന്നു. ഡിഫൻസ് പാക്ട്. ഈ ഡിഫൻസ് പാക്ടിന്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ചേട്ടാ, 114 റഫേലുകളാണ് UAE-ക്കുള്ളത്. 114 റഫേലുകൾ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ റഫേൽ ഇനി എക്സ്ചേഞ്ച് ചെയ്ത് ഇവർ ഉപയോഗിക്കുമോ എന്നുള്ളതാണോ എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും അങ്ങനെയല്ല. സംഭവം ഈ നമ്മൾ രണ്ടുപേരും, നമ്മളും UAE-യും തമ്മിൽ സംയുക്തമായിട്ട് സഹകരിച്ച് ഈ ഡിഫൻസ് രീതിയിൽ നീങ്ങാനായിട്ട് പോവുകയാണ്. ജോയിന്റ് എയർ എക്സസൈസ്, പൈലറ്റ് ആൻഡ് ഗ്രൗണ്ട് ക്രൂ ട്രെയിനിങ്, ഡിഫൻസ് ടെക്നോളജി കോർപ്പറേഷൻ, മാരിടൈം സെക്യൂരിറ്റി, കൗണ്ടർ ടെററിസം കോർപ്പറേഷൻ, ഡിഫൻസീവ് മാനുഫാക്ചർ ആൻഡ് ഫ്യൂച്ചർ പ്രൊജക്ട്സ്, ഇതിലെല്ലാം കോർപ്പറേഷൻ. ഒറ്റവാക്കിൽ ഒരു ഡീപ് മിലിറ്ററി കോർപ്പറേഷൻ ആണ് നമ്മളും UAE-യും തമ്മിൽ മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഇന്ത്യക്ക് ഇതിലുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഗൾഫ് മേഖലയിൽ ഇന്ത്യയുടെ സൈനിക തന്ത്രപ്രധാനമായിട്ടുള്ള സ്വാധീനം വർദ്ധിക്കുമെന്നുള്ളതാണ്. പാകിസ്ഥാനേക്കാൾ UAE ഇന്ത്യയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യ ഒരു സീരിയസ് ഡിഫൻസ് പാർട്ട്ണറായി മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇത് മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യ ഒരു സീരിയസ് ഡിഫൻസ് പാർട്ട്ണറായി മാറുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മളെപ്പോലൊരു രാജ്യം ഈ ഡിഫൻസിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം പണ്ട് ചോദിച്ചിരുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് നമ്മൾ ഇതാ മിഡിൽ ഈസ്റ്റിൽ ഒരു സീരിയസ് ഡിഫൻസ് പാർട്ട്ണറായി മാറാൻ പോവുകയാണ്. പോരാത്തതിന് യൂറോപ്പിൽ നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് പാർട്ട്ണറായി മാറാൻ പോവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ ഈസ് സെറ്റ് ടു ക്ലിയർ എ 10 ബില്യൺ സബ്മറൈൻ ഡീൽ വിത്ത് ജർമ്മനി അണ്ടർ പ്രൊജക്ട് 75 ഇന്ത്യ വിത്ത് 6th ജനറേഷൻ കൺവെൻഷണൽ സബ്മറൈൻസ് എന്നുള്ള റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വരുന്നത്. ഇനി അതും പോട്ടെ, നമുക്ക് അടുത്തൊരു റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ചൈനയെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ഇപ്പോ ചൈന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാത പിന്തുടർന്ന് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയെ തകർക്കാൻ ഇന്ത്യ എങ്ങനെയാണോ ഡോളറിന് പണി കൊടുക്കുന്നത്, അതേ പാതയിലാണ് ചൈനയും ഇപ്പോൾ അമേരിക്കയ്ക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യ പോകുന്ന അതേ പാതയിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താണ് ഇവരിങ്ങനെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ ഒരു സാഹചര്യവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിഫൻസ് മേഖല, നമുക്ക് ഈ വ്യാപാര കരാറും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താം. നമ്മളൊരു വ്യാപാര കരാർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ളത് നമ്മുടെ ഈ സൈനിക ശക്തിയാണ്. അത് നമ്മൾ മറ്റുള്ള രാജ്യവുമായിട്ട് സൈനിക സഹകരണം ഏർപ്പെടുക എന്നുള്ളതാണ്. അതിപ്പോ യൂറോപ്പിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വലിയ രീതിയിൽ ഇസ്രായേലും UAE-യും ഇന്ത്യയും തമ്മിലുള്ള ഒരു വലിയൊരു എന്താ പറയുക, ഒരു കോർഡിനേഷൻ തന്നെ വരാൻ പോകുന്നു. മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കടന്നിരിക്കുന്നു. അപ്പോ ഡൊണാൾഡ് ട്രംപിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും ഇന്ത്യയെ ആശ്രയിക്കാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ്. എന്ത് മാറ്റത്തിന്റെ സൂചനയാണ് ഇത്? ഇതിനെ ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പോരാത്തതിന് ഈ ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങിക്കാത്ത പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്ന് കാനഡയോട് പറഞ്ഞിട്ടുണ്ട്, കാനഡയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മാർക്ക് കാർണിയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് F-35 മേടിച്ചില്ലെങ്കിൽ
ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുമെന്ന്. അപ്പോൾ ഇതെല്ലാം ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയോട് കൂടുതൽ ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ് മാറുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം തന്നെ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ FTA, നമ്മുടെ യൂറോപ്യൻ യൂണിയനുമായി FTA ഒപ്പിടുമ്പോൾ ഉർസുല കൃത്യമായിട്ട് പറഞ്ഞത് നമുക്ക് വേണ്ടത് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെയാണെന്നാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്ന് കാലി വാരുന്ന ഒരു പാർട്ട്ണറെ അല്ല വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു സൂചനയാണ് ഇന്ത്യ ഈ ലോകരാജ്യങ്ങളുമായി ഈ ഡിഫൻസ് മേഖലയിൽ ഇടപെടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ നിലവിൽ അമേരിക്കയെ കവച്ചു വയ്ക്കാനൊന്നുമില്ല, റഷ്യയും അമേരിക്കയും കവച്ചു വയ്ക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോഴും റഷ്യ പോലും ഇപ്പോൾ ഇന്ത്യ ആശ്രയിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? അതായത് നമ്മൾ മുമ്പ്, ഇപ്പോഴല്ല, വളരെ കാലം മുമ്പ് നമ്മൾ ചർച്ചയ്ക്കിടയിൽ നമ്മൾ പറയുകയുണ്ടായി, ഭാവിയിൽ ഇന്ത്യ ഒരു ഡിഫൻസ് സെക്ടറിൽ ഒരു ലോകത്തിന്റെ ഒരു ഹബ്ബായി മാറും, അതിലൊരു വ്യക്തമായ സ്വാധീനം ഇന്ത്യ ഉയർത്തുമെന്ന്. അത് നമ്മൾ പറയാനുണ്ടായ അനവധി കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, നമ്മുടെ ഇസ്രായേല് വലിയ രീതിയിൽ തന്നെ അവരുടെ സാങ്കേതിക വിദ്യകളും മറ്റും ഇന്ത്യൻ കമ്പനികൾക്ക് നൽകിക്കൊണ്ട് അവരിവിടെ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നു. ഇസ്രായേലി കമ്പനികൾ, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവരുടെ ആയുധങ്ങളുടെ കമ്പനികൾ അനവധി തുടങ്ങുന്നു. അദാനി, ടാറ്റ, മഹീന്ദ്ര തുടങ്ങി അനവധി ചെറിയ കമ്പനികളും ഉണ്ട് കേട്ടോ. വളരെ ചെറിയ യൂണിറ്റുകൾ വരെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വിവിധ, ഇപ്പൊ നമ്മൾ പറയുന്നത് വലിയ പേരുകളുള്ളതാണ്. ഇത് കൂടാതെ റഷ്യ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇന്ത്യയിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ഉത്പാദിപ്പിക്കും. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് കേൾക്കുന്ന വാർത്ത, Su-57 എന്ന് പറയുന്ന അവരുടെ ആധുനിക യുദ്ധവിമാനം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാനും ആ വിമാനം പിന്നീട് റഷ്യക്ക് വിൽക്കാനും ഒപ്പം മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാനും തയ്യാറെടുക്കുന്നു എന്നാണ്. കാരണം അർമേനിയ ആ വിമാനത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയും ഇതിനോടൊപ്പം വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഫ്രാൻസ് അവരുടെ ഈ റഫേലുമായിട്ടുള്ള നമ്മുടെ ആ ബന്ധത്തോടു കൂടി ഫ്രാൻസ് ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ, ഇന്ത്യയുമായി സഹകരിച്ച് യുദ്ധവിമാനം, ഈ റഫേൽ ഇനിയിപ്പോ ഇവിടെ ഇന്ത്യയിലാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഈ ബാച്ചുകൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ബാച്ച് വന്നു കഴിഞ്ഞാൽ നിർമ്മിക്കാൻ പോകും. അപ്പൊ അങ്ങനെയും കൂടെ വന്നു. അപ്പൊ വിവിധ രാജ്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ ടെക്നോളജിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയെ അവരുടെ ഉൽപാദനം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായി കാണുന്നു. അതായത് മേക്കിംഗ് ഇന്ത്യ എന്ന രീതിയിൽ ആദ്യഘട്ടവും രണ്ടാമത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടവും. എന്തുകൊണ്ട് ഇന്ത്യയെ തെരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, വിശ്വാസ്യതയാണ്. അതായത് ഇവിടെ കൊണ്ട് മുതൽ മുടക്ക്. ഇപ്പൊ നമുക്കറിയാം, ഇത് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ കഴിയും. കാറുകൾ, വലിയ കാർ കമ്പനിയുണ്ട് വിദേശത്തും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള കാർ കമ്പനികൾ. ആ കാർ കമ്പനികൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് പ്രൊഡക്ഷൻ നടത്താറുണ്ട്. അതിൽ അവരുടെ കോസ്റ്റ് കുറയുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കാമെന്ന് മാത്രമല്ല, അത് മറ്റു രാജ്യങ്ങളിൽ വിറ്റഴിക്കാൻ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടും കൂടിയാണ് അവർ വരുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇസ്രായേലിന്റെ ആയുധങ്ങൾ ലോകത്ത് വാങ്ങാൻ കഴിയാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. കാരണം അവരെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന അനവധി രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നതിന് അവർക്ക് വിലക്കുകളില്ല. റഷ്യ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യയിൽ നിന്ന് അവർക്ക് ആയുധങ്ങൾ വാങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇതാണ് റഷ്യയും ഇസ്രായേലും മുതലെടുക്കുന്നതും ഇന്ത്യക്ക് വളരെയധികം ഗുണകരമാകുന്നതുമായ ഒന്നാണ്. ഫ്രാൻസിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ അടക്കം ഈ ഫ്രാൻസിന്റെ വിമാനങ്ങൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം കാനഡ ഫ്രാൻസിന്റെ റഫേൽ വിമാനങ്ങൾ വാങ്ങുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ട്രംപ് പറഞ്ഞത് അങ്ങനെങ്ങാണ് ചെയ്ത് അപ്പോഴേ ആക്രമിക്കും, ഞങ്ങളുടെ F-35 വാങ്ങിച്ചേ പറ്റൂ എന്ന് പറയുന്നത്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യമാണ്. ഇവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നിൽക്കുമ്പോൾ കുറഞ്ഞ ചെലവിൽ മികച്ച ആയുധങ്ങൾ നിർമ്മിച്ചു നൽകാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ, അതായത് 1000 കോടി രൂപ മുടക്കേണ്ടിടത്ത് അത് ചിലപ്പോൾ ഒരു 300-600 കോടി രൂപയ്ക്ക് അത്രയും ഉൽപ്പന്നം തന്നെ കിട്ടുന്നു എന്നുള്ളത് വിശ്വാസമാണ്. അതായത് പണം മുതലിറക്കി കഴിഞ്ഞാൽ, നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടാകും എന്നുള്ള ഉറപ്പ് കൊണ്ടുമാണ്. കാരണം ഇന്ത്യയെ ആശ്രയിച്ച് ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന വൻകിട രാജ്യങ്ങൾക്ക് ആയുധം കയറ്റി അയക്കുക എന്നുള്ളതല്ല, ചെറുകിട പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ആയുധം കയറ്റി അയക്കുക എന്നുള്ളത്. ഇന്ന് കൗതുകകരമായ ഒരു വാർത്ത കൂടി കണ്ടു. അതില് അമേരിക്ക ഇന്തോനേഷ്യയുമായിട്ട് ഇപ്പോൾ വ്യാപാര കരാർ ഒപ്പുവെക്കാനായിട്ടുള്ള തദ്ഗൃതമായ നീക്കങ്ങളാണല്ലോ. അപ്പൊ ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആയുധ കരാർ ഒപ്പുവെക്കണമെന്ന് പറയുക. അപ്പം ഇന്തോനേഷ്യ പറഞ്ഞു അത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. ആയുധക്കരാർ നിങ്ങളോട്ട് ഒപ്പുവെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയുടെ ആയുധങ്ങൾ മോശമായതുകൊണ്ടല്ല, അത്രയും പണം മുടക്കാനില്ല. എന്നാൽ അതിന്റെ പകുതി പണം മുടക്കി കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള ആയുധങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ നോക്കൂ. അതുകൊണ്ടാണല്ലോ ഈ ബ്രഹ്മോസ് കണക്കുള്ള നമ്മുടെ മിസൈലിന് ഡിമാൻഡ് കൂടുന്നത്. അതിന്റെ അത്രയും തന്നെ കപ്പാസിറ്റി ഉള്ളത് ഉണ്ടാകുമായിരിക്കാം, പക്ഷെ അതില്ല. പിന്നെ ചൈനയാണ് പിന്നെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ അതിന്റെ പെർഫോമൻസും ചീപ്പായിരിക്കും. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഇത് വിട്ടു കഴിഞ്ഞാൽ മുകളോട്ട് പോവോ താഴോട്ട് വരുമോ എന്നുള്ള ഒരു ഉറപ്പുമില്ലാത്തൊരു ആയുധത്തിന്റെ പിന്നാലെ ആരും പോവില്ല. ഈ ഒരു സാഹചര്യമാണ്. ഇവിടെയാണ് ഇന്ത്യ, ഇപ്പോൾ ഇന്ത്യ പഴയതുപോലെയല്ല. ഇന്ത്യ ഒരു ആയുധം വരുമ്പോൾ അതിന് വലിയ രീതിയിൽ തന്നെ പ്രചാരണം കൊടുക്കാറുണ്ട്.
ഇപ്പോൾ നമുക്കിപ്പോ ഈ 2026 അവസാനത്തോടുകൂടി നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു വലിയ പ്രഖ്യാപനം സുദർശന ചക്ര തന്നെയാണ്. ഇപ്പോ അയൺ ഡോമിനെ പോലെ, ഥാഡിനെ പോലെയൊക്കെയുള്ള ഒരു സുരക്ഷാ കവചം, ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു സുരക്ഷാ കവചമാണ് നമ്മൾ ഈ വർഷം അവസാനം അത് നമ്മൾ പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പം ആ ഒരു അല്ല, ആ പ്രഖ്യാപനമല്ല, പൂർത്തിയാകും. അപ്പൊ അതിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഫംഗ്ഷൻ തുടങ്ങും 2026 ലാസ്റ്റ്. അതിന്റെ ഒരു വലിയ പ്രഖ്യാപനം. ഇതിനകത്ത് നിലവിൽ ഇസ്രായേലുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഒപ്പം തന്നെ റഷ്യ ഉണ്ട്. 3 രാജ്യങ്ങളുടെ സാങ്കേതിക, കാരണം നമ്മൾ ആരുടെയും ഇത് വാങ്ങുന്നില്ല, പകരം സാങ്കേതിക വിദ്യയും അവരുടെ ആയുധങ്ങളും മാത്രമേ നമ്മൾ തന്നെ വികസിപ്പിച്ചെടുക്കുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഒപ്പിട്ട കരാറിൽ അവർ എടുത്തു പറയുന്നത് ഈ ആയുധ സഹകരണത്തിന്, സാങ്കേതിക സഹകരണത്തിനും കൂടി അവർ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടോ മാധ്യമങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ആ വാർത്ത അവർ ഈ കാറ് വരുന്നതും കുപ്പി വരുന്നതിന്റെ കണക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ ജർമ്മനിയുടെ ഏതെങ്കിലും ടെക്നോളജി കൂടി ഇതിനകത്ത് സംയോജിപ്പിക്കുമോ എന്നറിയില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ രാജ്യങ്ങളുടെ ഒരു സാങ്കേതിക സഹായം കൂടി ഇതിൽ സംയോജിപ്പിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കാര്യം നമ്മളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മാത്രമല്ല, ഇതിന്റെ ചെറു പതിപ്പുകളും മറ്റു പതിപ്പുകളും മറ്റു ചില രാജ്യങ്ങൾക്ക്, ഇപ്പോൾ മലേഷ്യ പോലെ, ഇല്ലെങ്കിൽ മൗറീഷ്യസ് പോലെ, ഇല്ലെങ്കിൽ സിംഗപ്പൂർ പോലെയുള്ള ചെറു രാജ്യങ്ങൾക്ക് കുറഞ്ഞ മുതൽ മുടക്കി ഇത് നൽകാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു വിശ്വാസ്യതയുണ്ട്, ഒരു ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നൽകുക. അതായത് ഇപ്പോഴത്തെ വിപണിയിൽ നമുക്കിപ്പോൾ ഒരു SUV വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു പണക്കാരൻ കൊണ്ടുപോകുന്ന SUV വാങ്ങാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അത്രയും ഫെസിലിറ്റികൾ ഇല്ലെങ്കിലും അതിന്റെയൊക്കെ ഏകദേശം ഫെസിലിറ്റികൾ കുറഞ്ഞ രീതിയിലെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പണം മുടക്കാൻ തയ്യാറാകും. അവിടെയാണ് ഈ മഹീന്ദ്ര പോലെ, ടാറ്റ പോലെയുള്ള കമ്പനികൾ അവരുടെ മിഡ് സൈസ് SUVകൾ ഇറക്കുന്നതും ജനം വലിയ രീതിയിൽ തന്നെ സ്വീകരിക്കുന്നത്. കാരണം ഒരു 10-15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവർക്കും ഒരു SUV നടക്കാം. ഒരുപക്ഷെ വലിയൊരു SUV 50 ലക്ഷത്തിന്റെ SUVയുടെ പകിട്ടുണ്ടായില്ലെങ്കിലും അത്യാവശ്യ ഫെസിലിറ്റികളൊക്കെ അതിലുണ്ടാകും. ഒരു വെടിക്കുള്ളതൊക്കെ അതിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല, ഒരു വെടിക്കുള്ള മരുന്നുണ്ടെന്ന് പറയുന്നതൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയുടെ ചില ആയുധങ്ങൾ അത്തരത്തിൽ കൂടി പ്രയോജനപ്പെടുന്നുണ്ട്. പക്ഷെ ഇന്ത്യയുടെ ആയുധങ്ങളെല്ലാം തന്നെ മികച്ച പെർഫോമൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻപൊക്കെ നമ്മളുടെ ആയുധത്തിന് വലിയ ഡിമാൻഡ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ആയുധങ്ങളെല്ലാം തന്നെ ഏകദേശം എല്ലാം തന്നെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ബ്രഹ്മോസ് ആയാലും നമ്മുടെ ടെക്നോളജി ആയാലും, കാരണം നമ്മൾ യുദ്ധം നടത്തി അതിന്റെ സാമ്പിൾ അവർക്ക് കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് ഞങ്ങളുടെ ആയുധങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ചൈനയുടെ എന്ന് പറഞ്ഞാൽ എങ്ങും പ്രൂവ് ചെയ്യിക്കപ്പെടാതെ പോയതാണ്, അഥവാ അത് പ്രൂവ് ചെയ്തിട്ടുള്ള എല്ലായിടത്തും പരാജയമായിരുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ പാകിസ്ഥാനിൽ അത് കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള ആയുധങ്ങൾക്ക് അതിന്റെ ഡിമാൻഡ് കൂടും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ യൂറോപ്യൻ കൺട്രീസ്, പ്രത്യേകിച്ച് ജർമ്മനി ഈ ടോർപിഡോകളുടെയും മന്ത്രവാഹിനികളുടെയും ഒക്കെ വലിയ നിർമ്മാതാക്കളാണ്. അപ്പൊ അവരുമായിട്ട് നമ്മൾ ഈ ടോർപിഡോ ഒരു കരാർ വെക്കുന്നു. ആ കരാറിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഇതിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഇന്ത്യയിൽ തന്നെയാണ് അത് നിർമ്മിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ റഷ്യയിൽ നിന്ന് മന്ത്രവാഹിനികൾ വാങ്ങുന്നുണ്ട്. ഇസ്രായേൽ എന്നല്ല, റഷ്യയിൽ നിന്ന് മന്ത്രവാഹിനികൾ വാങ്ങുന്നുണ്ട്. അവരുടെ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇതൊരു ആയുധ നിർമ്മാണ ഒരു കമ്പനിയായിട്ട് നമ്മുടെ രാജ്യത്തെ മാറ്റുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമുണ്ട്. അതിലേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും കൂടെ കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജ്യമാണെന്ന് ഈ രാജ്യങ്ങളെല്ലാം പറയുന്നതിന്റെ കാര്യം, മുതലിറക്കുന്നവൻ ആദ്യം വേണ്ടത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. ഇവിടെയാണ് ട്രംപിന്റെ ഈ പുതിയ ഭീഷണി എങ്ങനെയാണ് എന്നുള്ളത്. ഇതിനിടയിൽ അമേരിക്കയിൽ നിന്നുള്ള സ്വർണം പിൻവലിക്കാനുള്ള തീരുമാനം ജർമ്മനി കഴിഞ്ഞ ദിവസം തന്നെ എടുത്തിരുന്നു. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ട്രംപിന് ഒരു വലിയ പ്രതിസന്ധി തന്നെ അത് സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുൻപൊന്നും കെട്ടുകേഴ്വി പോലും ഇല്ലാത്തതാണ് അമേരിക്കക്കെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ. ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെ ചില നേതാക്കന്മാർ എന്തെങ്കിലുമൊക്കെ അമേരിക്കൻ ഭരണാധികാരികളെ ഒളിവാക്കുകൾ ഇല്ലെങ്കിൽ പരോക്ഷമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കളിയാക്കുകയോ പറയുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ പരസ്യമായി തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ട്രംപിന്റെ വാക്കുകൾക്ക് മറുപടി കൊടുക്കുന്ന യൂറോപ്യൻ നേതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവര് ഗതികെട്ടു. അവരെന്താണ് പറയുന്നത്, ഒരു അടിമത്വത്തിന്റെ ഒരു മനോഭാവത്തിലേക്കാണ്. കാരണം പ്രത്യേകിച്ച് യൂറോപ്യൻസ് അടിമ മനോഭാവമുള്ളൊരു വിഭാഗവുമല്ല. അപ്പൊ അവരുടെ ഈ അമേരിക്കയുടെ ഒരു മേൽക്കോയ്മ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നീങ്ങി എന്നുള്ളതാണ്. ഇനി വളരെ കൗതുകകരമായ കാര്യം, ഇസ്രായേലിന്റെ പല ആയുധങ്ങൾക്കും യൂറോപ്യൻ യൂണിയന് താല്പര്യമുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. പക്ഷെ ഇസ്രായേലിനെ അവർ 7 അരത്ത് അടുപ്പിക്കത്തില്ല. അതാണ് അവരുടെ പ്രശ്നം. പക്ഷെ ആയുധത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ ആ കമ്പനി, ഇസ്രായേലിൽ നിന്നുള്ള ആയുധ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് അദാനിയുമായിട്ട് അല്ലെങ്കിൽ ടാറ്റയുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണെങ്കിൽ അത് യൂറോപ്യൻ രാജ്യത്തിന് ഈസി ആയിട്ട് വാങ്ങാൻ കഴിയുമല്ലോ. കാരണം ഇസ്രായേലിന്റെ അല്ലല്ലോ, ഇന്ത്യയുടെ ആണല്ലോ അത്. പക്ഷെ ഇതിന്റെ ലാഭത്തിന്റെ ഒരു ഭാഗം എവിടെയാണ് പോകുന്നത്? ഇസ്രായേലിലാണ് പോകുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ലീഗലി നോക്കുമ്പോൾ എളുപ്പമാണ്.
ഇതാണ് അതിന്റെ ഒരു വ്യത്യാസമുള്ളത്. ഇപ്പൊ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഈ ഉപരോധമൊക്കെ നിൽക്കുന്നത് കൊണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് ഈ ഇത് വാങ്ങാൻ കഴിയും. പക്ഷെ ഇവിടെ അപകടമുണ്ട്, ഒരു വലിയ അപകടം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് അധികം വൈകാതെ ഇന്ത്യക്ക് നേരെ ഉപരോധം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ SU-57 ഇന്ത്യയിലേക്ക് അതിന്റെ ഒപ്പിടുന്ന സമയത്ത് മിക്കവാറും ട്രംപ് ഉപരോധവുമായി വരാൻ സാധ്യത. കാരണം ഇപ്പൊ ഈ ഇന്ത്യ ഇങ്ങനെ നിൽക്കുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും അടുക്കുന്നത് സൂക്ഷിച്ച് വേണം. യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുത്ത മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ച് ചൈനയുമായിട്ട് ഇപ്പൊ ബ്രിട്ടൻ അവരുടെ കെമിസ്റ്ററും സംഘവും ഒക്കെ ഇപ്പൊ ചൈനയിലുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നീക്കം നടത്തുമ്പോൾ സൂക്ഷിച്ചോണം, പണി കിട്ടാതെ നോക്കിക്കോണം എന്നാണ് ബ്രിട്ടൻ കൊടുത്തിരിക്കുന്ന ഇത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ട് ഒപ്പിട്ടപ്പോഴും പറഞ്ഞു ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ ഇനി ഇന്ത്യ ഒതുക്കുക എന്നുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഉപരോധം പ്രഖ്യാപിക്കുക എന്നുള്ള മാർഗ്ഗമേ ഉള്ളൂ. അത് ചിലപ്പോൾ സംഭവിക്കാം, അതിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. പക്ഷെ ആ ഉപരോധവും വലിയ രീതിയിൽ നമ്മളെ ഏക്കില്ല എന്നുള്ളതാണ് മറ്റൊരു. ഇന്നലെയൊക്കെ നമ്മുടെ ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ടൊക്കെ പ്രഖ്യാപിച്ചപ്പോഴുണ്ടായ കാര്യം. പക്ഷെ അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊരു പോയിന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 2026-27 പണപ്പെരുപ്പം കൂടാൻ സാധ്യതയുണ്ട്, വിലക്കയറ്റം കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ എന്റെ സംശയം ബലമായിട്ട് പോകുന്നത് ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കാരണം യുദ്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ എണ്ണയ്ക്കും മറ്റതിനും വില കൂടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ജീവിത നിലവാരത്തിന് വലിയ പാകപ്പിഴകൾ ഉണ്ടാകും. എന്താ പറയുന്നത്, എണ്ണയ്ക്ക് വില കൂടിക്കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾക്കും ഉറപ്പായിട്ടും കൂടും. അപ്പൊ വിലക്കയറ്റം ഈ വർഷം നമ്മുടെ സർവേയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം കൂടെ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഉപരോധം വന്നാലും ഈ പണപ്പെരുപ്പം ഉണ്ടാകും സ്വാഭാവികമായിട്ടും. കാരണം കുറച്ചാളത്തേക്ക് നമുക്കത് അതിജീവിക്കാണ്ട് കുറച്ച് പിടിച്ചു നിൽക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെയാണ്. നമ്മൾ മുമ്പ് ഉപരോധമൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൂടെ പറയുന്നുണ്ട്. നമ്മുടെ ഇന്നലെ നിർമ്മലാ സീതാരാമൻ പുതിയ സാമ്പത്തിക സർവേ റിപ്പോർട്ട് വന്നതിനാണ്. അതുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒന്നെങ്കിലും ഒരു യുദ്ധമോ ഇല്ലെങ്കിൽ ഉപരോധത്തിനോ ഒക്കെ ചാൻസസ് വളരെ കൂടുതലാണ്.